ഹലോ കൂട്ടുകാരെ, പണ്ടത്തെ ഒരു കറിയാണ് കുമ്പളങ്ങ മോര് ഒഴിച്ച് കറി അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടാലോ. അപ്പോൾ പണ്ടത്തെ ഒരു കറിയായിട്ടുള്ള കുമ്പളങ്ങ മോര് ഒഴിച്ച് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ കുമ്പളങ്ങ മോര് ഒഴിച്ച് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു കൽച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുമ്പളങ്ങ നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുരു ഒന്നും ഇല്ലാതെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് നല്ല കളറ് കിട്ടുന്നത് കേട്ടോ. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത്, പിന്നെ വേകാനുള്ള വെള്ളം, നമ്മുടെ കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, എന്നാലും കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേത്തോട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, 2 ഉള്ളി, പിന്നെ ഇതിനകത്തേക്ക് തേങ്ങ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം, ഒരു തരിതരിപ്പില്ലാതെ തന്നെ അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് നമ്മുടെ അരപ്പൊന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മോര് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് തിളപ്പിക്കുക. നല്ലതുപോലെ ഒന്ന് തിളച്ച് നമ്മുടെ ജീരകമൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ, അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് നമ്മുടെ കുമ്പളങ്ങയിലോട്ടൊക്കെ നമ്മുടെ അരപ്പ് നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരും. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ തൈരാണ് ചേർത്ത് കൊടുത്തത്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ല മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താലും മതി. തൈര് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഒരു 5 മിനിറ്റ് കൈകൊണ്ട് നല്ലപോലെ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കടുക് വറുത്തിടണം. അതിനായിട്ട് കുറച്ച് ഉഴുന്ന്, ഉലുവ, കടുക്, ഇത് 3ഉം കൂടി നമ്മുടെ എണ്ണയിലിട്ട് നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലൊരു മണം വരും, നല്ല മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അതിലേക്ക് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ പണ്ടത്തെ പഴമക്കാലത്ത് കിട്ടുന്ന നമ്മുടെ കുമ്പളങ്ങ ഒഴിച്ചറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വളരെ ടേസ്റ്റിയാണ്. ഇത് മാത്രം മതി, ഇച്ചിരി അച്ചാറും കൂടി മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ കുമ്പളങ്ങ ഒഴിച്ചറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.